ഇവിടെ നമ്മൾ കാണേണ്ടത് EDA രാജ്യവ്യാപകമായി BJP സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് വീണ തൈക്കണ്ടി എന്ന വ്യക്തിയുടെ വിഷയമായിട്ടല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ ശ്രീ PM മുഹമ്മദ് റിയാസിനെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇകഴ്ത്താനും എന്നിട്ട് അവരെ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാക്കാനുമുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നത് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നിയമപരമായി തന്നെ പ്രതിരോധിക്കും എന്ന് CPIM പറയുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മറ്റുള്ളവരെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ED അന്വേഷണം നടത്തിയാൽ അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് പകരം രാഷ്ട്രീയമായി അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നൽകുന്നു. ഇത് ഭാരതീയ നിയമ സംഹിതയുടെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നാം പരിശോധിക്കേണ്ടത്, ഏത് വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്ന് സൂചിപ്പിക്കുകയാണ്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കേസുകൾ എടുക്കുമ്പോൾ അവരെല്ലാം BJPയുടെ പക്ഷത്തേക്ക് വന്നു ചേരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഒപ്പിക്കാൻ വേണ്ടി, ലോക്സഭയിൽ ഭൂരിപക്ഷം ഒപ്പിക്കാൻ വേണ്ടി, ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ MP മാരെ കൂട്ടത്തോടെ ഭീഷണിപ്പെടുത്തിയും മറ്റും വിലക്ക് വാങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണല്ലോ. അതിനെല്ലാം ഈ ഏജൻസി ഉപയോഗിക്കുകയാണ്. ഞാൻ സഖാവ് സജീഷിൻ്റെ ഒരു വാദം, നമ്മുടെ EDA രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിക്കുന്നു, കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ നമുക്ക് ഈ ചർച്ച, എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് എനിക്ക് എൻ്റെതായ വെർഷനുണ്ട്. അത് അദ്ദേഹം ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കാം. അതിൻ്റെ ചർച്ചകൾ ഈ 1 മണിക്കൂർ ചർച്ചയും അത് പൂർണ്ണമായി അതുകൊണ്ട് കളഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ആദ്യം കേരളത്തിലേക്ക് വരാം. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ അന്യ സംസ്ഥാനത്തിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത അവസാനിപ്പിച്ച് നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ഈ ചാനൽ ചർച്ചയുടെ 10 മിനിറ്റ് മുമ്പ് വീണ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള പണത്തിൻ്റെ, ഞാൻ കൊടുത്ത സേവനം ഇന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിട്ടുള്ള 82 ലക്ഷം രൂപയുടെ ഹവാലപ്പണം എനിക്ക് അനധികൃത സമ്പാദനം എന്നാണ് അവർ ഇന്നലെ അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അനധികൃതമായ സമ്പാദനമല്ല, ഞാൻ ശരിക്കും സമ്പാദിച്ചതാണ്, അത് എൻ്റെ പണമാണ്, എനിക്ക് സൗകര്യമുള്ള ആളുകൾക്ക് ഇന്ന പൈസ കൊടുത്തു എന്ന് വീണ പറയാൻ തയ്യാറായാൽ ഇന്ന് സജീഷിന് ഇവിടെ വന്നിരുന്ന് ഈ പറയേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയുടെ കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അതുപോലെ നാഷണൽ വൈഡ് പല സ്റ്റേറ്റുകളിലും ആരോപണം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്, ഇവിടെ കോൺഗ്രസിന് പ്രതിനിധിയുണ്ട്, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്, ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണി എന്തേ ഈ വിഷയത്തിൽ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ ഒന്നും മിണ്ടാത്ത? കാരണം കോൺഗ്രസിന് ബോധ്യമുണ്ട് ഈ തട്ടിപ്പ് നടന്നതാണെന്നുള്ളത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിദേശ പണമിടപാടിനെ സംബന്ധിച്ച് അന്ന് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വന്നു. ഞാനിപ്പോഴും പറയുന്നു, വിദേശത്ത് ഇവിടെ നിന്നും കോടാനുകോടികൾ, എപ്പോഴും പറയാറുണ്ട്, 1.86 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പീനട്ടാണ്, അതൊരു മഞ്ഞുമലയുടെ അറ്റമാണ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 1996 ലാവ്ലിൻ കേസ് മുതൽ, അതുപോലെ നമ്മുടെ SLC ലാവ്ലിൻ കേസ് മുതൽ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ കേസ് മുതൽ, സ്വർണ്ണക്കടത്ത് മുതൽ, അങ്ങനെ ഇന്ന് വരെ പിണറായി വിജയൻ ഇടപെട്ടിട്ടുള്ള എല്ലാ കേസിലും വളരെ കൃത്യമായി പണം എത്തിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്കാണ് ആ പൈസ ചെന്നിട്ടുള്ളത്. ഈ അമേരിക്കൻ യാത്രയും അമേരിക്കയിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഗൾഫിലുള്ള ഹോൾട്ടും ഒക്കെ ചുമ്മാതെയാണ് എന്ന് സഖാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ തകർത്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടേ പിണറായി വിജയൻ പോവുള്ളൂ. ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പിണറായി വിജയൻ അവർ പോലും തയ്യാറാകുന്നില്ല. രക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ വക്കീലുമായിട്ട് വരാം.